സ്വന്തമായി ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. നഗരത്തിലെ ഏറ്റവും മികച്ച ബർഗർ നിങ്ങൾ അവിടെ കൊടുക്കുന്നുവെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അത് കസ്റ്റമേഴ്സിന് നൽകുന്നു. നിങ്ങളുടെ ബിസിനസ് കുതിച്ചുയരുകയാണ്. എന്നാൽ നിങ്ങൾ സ്വന്തമായ ഒരു ബർഗർ ആശയം വികസിപ്പിക്കുകയും അത് ആഗോളതലത്തിൽ എത്തിക്കുകയും ചെയ്തു എന്ന് കരുതുക. അവിടെയാണ് ഒരു ബിസിനസ് ഉടമയും ഒരു സംരംഭകനും തമ്മിലുള്ള വ്യത്യാസം. ബിസിനസ് എന്നത് നിലവിലുള്ള ഒരു മോഡൽ, അതിൽ നിങ്ങളും പ്രവർത്തിക്കുന്നു. ലാഭത്തിനായി ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ സംരംഭകത്വം എന്നത് നിങ്ങൾ സ്വന്തമായി ഒരു പുതിയ ആശയം സൃഷ്ടിക്കുന്നതാണ്. ഇന്നോവേറ്റിംഗ്, ടേക്കിംഗ് റിസ്ക്, അതിനുശേഷം മികച്ചൊരു ബ്രാൻഡിംഗ് നിങ്ങൾ സൃഷ്ടിക്കുക. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് നോക്കാം. സാധനങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ബിസിനസ് സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത്. സംരംഭകർ ഫ്യൂച്ചർ നിലനിർത്തുകയും പുതിയ ആശയങ്ങൾ നൽകുകയും ചെയ്യുന്നു. BC 3000-ലാണ് ബിസിനസ് എന്ന ആശയം രൂപം കൊള്ളുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് സംരംഭകത്വം രൂപം കൊള്ളുന്നത്. ഈ മാർഗം എവിടേക്കാണ് ആദ്യമായി ഉപയോഗിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈജിപ്ത്, മെസൊപ്പൊട്ടോമിയ, ഇന്ത്യ തുടങ്ങിയ ആദ്യകാല നാഗരികതയിലാണ് ബിസിനസ്സുകൾ അഭിവൃദ്ധി പ്രാപിച്ചത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലത്തിലാണ് യൂറോപ്പിലും US-ലും സംരംഭകത്വം ഒരു ആശയമായി മാറിയത്. ഇനി നമുക്ക് ഇവയെല്ലാം എവിടെ ഉപയോഗിക്കാമെന്ന് നോക്കാം. റീറ്റെയിൽ, ഭക്ഷണം, പ്രൊഡക്ഷൻ, സേവനങ്ങൾ എന്നിവയിൽ ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്നു. എന്നാൽ സംരംഭകത്വം എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നോക്കാം. കുറഞ്ഞ റിസ്ക് ഉള്ളതും സ്ഥിരതയുള്ളതും ഘടനാപരമായ ഒരു മാതൃകയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് തിരഞ്ഞെടുക്കാം. ഇനി നിങ്ങൾ നവീകരിക്കാനും റിസ്കുകൾ ഏറ്റെടുക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സംരംഭകത്വം ഏറ്റെടുക്കാം. ചില സംരംഭകർ ബിസിനസ് ഉടമ്പകളായി ആരംഭിച്ച് പിന്നെ ആഗോളതലത്തിൽ അവരുടെ ബ്രാൻഡുകൾ വികസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.